ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചെയിൻ ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ ചെയിൻ ഗെയിമിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സും അതുപോലെ തന്നെ OKX വാലറ്റ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. നാളെയും മറ്റന്നാളും കൂടി കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെ OKX വാലറ്റ് തുടങ്ങാൻ നോക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുക. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ചും വാലറ്റും വേണ്ടിയിട്ടുണ്ടാകും. അതിനകത്ത് നമ്മൾ വാലറ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. എക്സ്ചേഞ്ച് ഇപ്പോൾ നിലവിൽ നമ്മളിവിടെ അവൈലബിൾ അല്ല. ഇപ്പോൾ വാലറ്റിൽ തൊടാം. ഇവിടെ താഴെ ക്രിയേറ്റ് വാലറ്റിൽ തൊട്ട് എനേബിൾ കൊടുക്കാം. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ബ്ലാക്ക് സ്ക്രീൻ വന്നത്. അതിനുശേഷം ഇവിടെ മാനുവൽ ബാക്ക് പറഞ്ഞ ഓപ്ഷനിൽ തൊടുക. തൊട്ടുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ മേലെ സ്കിപ്പ് ഉണ്ടാവും. സ്കിപ്പ് ചെയ്ത് തൊട്ട് കഴിയുമ്പോൾ വീണ്ടും ഒരു ബ്ലാക്ക് സ്ക്രീൻ വന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, സെക്യൂരിറ്റിയുടെയാണ്. അതിനുശേഷം ഇവിടെ ഒരു 12 ഒക്കെ മറ്റേ വേർഡ്സ് വരും. അത് നിങ്ങൾ എന്തായാലും ഒരു നോട്ടിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. സ്ക്രീൻഷോട്ട് അടിച്ച് നിൽക്കാനൊന്നും ചെയ്യരുത്. എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ 5, 6, 7 വെച്ചാൽ ആ ഫ്രേസിലുള്ള 12 വേർഡ്സിലെ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും വേർഡ്സ് എന്താണെന്ന് ഇവിടെ ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ OKX വാലറ്റ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നേരെ നമുക്ക് എങ്ങനെ നമുക്ക് ഓൺ ചെയിനിൽ ലിങ്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ ഓൺ ചെയിൻ ലോണാക്കാൻ നോക്കി കഴിഞ്ഞാൽ ബോട്ട് ഭയങ്കര സ്ലോ ആണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബോട്ട് ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ ഗൈഡ് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ OKX വാലറ്റിലോട്ട് ഡയറക്റ്റ്ലി റീകണക്റ്റ് ആവും. അതിനുശേഷം വീണ്ടും കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുക, അതൊന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളൊന്ന് റീസെൻ്റ് ആപ്സിൽ നിന്ന് അതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ആദ്യം തൊട്ടൊന്ന് കയറിയാൽ മതി. സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് തരാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ. അപ്പോൾ ഭൂരിഭാഗം പ്രൊജക്ട്സിൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ആകെ കുറച്ച് ടൈം മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമയമുള്ളതുപോലെ ഇതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ കണ്ടുമുട്ടുന്നവരെ ബൈ.